അങ്ങനെ നമ്മളെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കടന്നിക്കണം. അപ്പോൾ ബിരിയാണി പോട്ടിൻ്റെ അടി പിടിക്കൊന്നുമില്ല, എന്നാലും കറാമ്പട്ടൻ്റെ മരം ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതിൻ്റെ ഇല ഉണ്ടായപ്പോൾ അത് വെച്ച് കൊടുത്തു. എന്നിട്ട് ആ ഗ്രേവി ഉണ്ടല്ലോ ഉണ്ടാക്കിയ മസാല അത് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ മീൻ വെച്ച് കൊടുത്ത് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഞാൻ മസാല വെച്ച് കൊടുത്ത് ഇനിയാണ് നമ്മളെ ചോറിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ തന്നെ എല്ലാവരും ബിരിയാണി വെക്കലില്ലേ. അങ്ങനെ പിന്നെ ഉണ്ടാക്കി വെച്ചാൽ ഉള്ളിയൊക്കെ പൊരിച്ചതും ഗരം മസാലയും ഒക്കെ അങ്ങനെ വിതറി കൊടുത്ത് അങ്ങനെ സ്റ്റെപ്പായിട്ട് ഇട്ട് സ്റ്റെപ്പ് ഒന്നുമില്ല, 2 സ്റ്റെപ്പായിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ബാക്കി ലാസ്റ്റ് മുകളിൽ എല്ലാം വിതറി കൊടുത്ത് കുറച്ച് 6 kg നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടല്ലോ അത് മാത്രം ഇട്ടുകൊടുത്ത്, പൊതിനല്ല കേട്ടോ. അങ്ങനെ ഇട്ടുകൊടുത്ത് മൂടി വെച്ച് ആവി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ദാ ആവിയൊക്കെ വന്ന് അടിപൊളിയായിട്ട് നമ്മളെ ബിരിയാണി വെന്ത് അസ്വിക്കും ആഫിക്ക് സേബക്കൊക്കെ നല്ല വിശക്കുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ചോറ് ഇതാ സെപ്പറേറ്റൊക്കെ ആക്കി വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം ഞാനിതാ ഹസ്ബൻഡിന് വിളമ്പി കൊടുത്തതാണ് കേട്ടോ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ. പിന്നെ ആഫി ഇതാ തന്നെത്താൽ അങ്ങോട്ട് വിളമ്പി കൊണ്ടുപോയി ടേബിളിൽ വെച്ച് തിന്നണതാ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും.